സോ ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതൽ നമ്മൾ പുതിയ ഒരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. സീരീസ് എന്താണെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീഡിയോ എപ്പിസോഡ്സ് ആയിട്ടായിരിക്കും വരിക. ഇത് എന്തിനെക്കുറിച്ചുള്ള സീരീസാണെന്ന് ചോദിച്ചാൽ മൊബൈൽ വീഡിയോ മേക്കിംഗ്, മൊബൈൽ വ്ളോഗ് ചെയ്യുന്നതും അതുപോലെ തന്നെ ഷോർട്ട് ഫിലിം മേക്ക് ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള ഒരുപാട് പേര് ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു സീരീസ് ആയിരിക്കും ഇത്. അപ്പോൾ ഇതിൻ്റെ ഓരോരോ എപ്പിസോഡായിട്ടായിരിക്കും വീഡിയോകൾ വരിക. അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ഇന്ന്. അപ്പോൾ ഇതിനെ നമ്മൾ 2 ഗ്രൂപ്പാക്കി തിരിച്ചിട്ടാണുള്ളത്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വീഡിയോ ഷൂട്ടിംഗ് ആണ്, രണ്ടാമത്തേത് വീഡിയോ എഡിറ്റിംഗ്. നമ്മൾ മൊബൈലിലായാലും എന്തിലായാലും വീഡിയോ മേക്ക് ചെയ്യുമ്പോൾ മെയിനായിട്ടും ഈ ഒരു 2 സംഭവങ്ങൾ കൂടി ചേർന്നാൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നമുക്ക് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വീഡിയോ ഷൂട്ടിങ്ങും വീഡിയോ എഡിറ്റിങ്ങും വേറെ ഇതാക്കിയിട്ടാണ് നമ്മൾ പറയുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വ്ളോഗേഴ്സ് ആയാലും ഷോർട്ട് ഫിലിം മേക്കേഴ്സ് ആയാലും എല്ലാവർക്കും പറ്റുന്ന ഒരു 2 മിസ്റ്റേക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ശ്രദ്ധിച്ചാൽ തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഓൾമോസ്റ്റ് ഒരു റിസൾട്ട് നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ വീഡിയോ ഷൂട്ടിങ് അല്ലാതെ വീഡിയോ എഡിറ്റിങ്ങിനെ തന്നെ നമ്മൾ 2 പാർട്ടാക്കിയിട്ട് തിരിക്കണം. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ വീഡിയോ കളർ ഗ്രേഡിംഗ് ആണ്, രണ്ടാമത്തേന്ന് പറഞ്ഞാൽ വീഡിയോ എഡിറ്റിങ്. കളർ ഗ്രേഡിംഗ് മീൻസ് നമ്മൾ ഒരു വീഡിയോ എടുത്താൽ അതിനെ ഒരു സിനിമാറ്റിക് ലുക്കിലേക്ക് കൊണ്ടുവരാൻ നമ്മളെ സഹായിക്കുന്നത് കളർ ഗ്രേഡിംഗ് ആണ്. അപ്പോൾ നമ്മൾ വളരെ നന്നായിട്ട് കളർ ഗ്രേഡ് ചെയ്താൽ നമ്മുടെ വീഡിയോക്ക് വേറെ ലെവൽ ഒരു എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മൊബൈലിൽ തന്നെ നമുക്ക് കളർ ഗ്രേഡൊക്കെ ചെയ്യാൻ സാധിക്കും. പിന്നെയുള്ളത് എഡിറ്റിംഗ്, അതായത് വീഡിയോ സ്പ്ലിറ്റ് ചെയ്ത് ട്രിം ചെയ്ത് വീഡിയോ കറക്റ്റ് സൈസിലാക്കി ഓരോ സ്ഥലത്തും വേണ്ട എഫക്റ്റുകളൊക്കെ കൊടുത്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ നമ്മുടെ വീഡിയോ കൊണ്ടുവരുന്നതിനാണ് ആ ഒരു എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് മൊബൈലിൽ തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു സീരീസ് കഴിയുന്നതോടുകൂടി എല്ലാവരും നല്ല രീതിയിൽ എഡിറ്റ് ചെയ്യാനും വീഡിയോ ഷൂട്ട് ചെയ്ത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ മേക്ക് ചെയ്യാനുള്ള രീതിയിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു സീരീസിലുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിപ്പോൾ തന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടപ്പുറത്താണെന്ന ബെൽ ഐക്കണും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ആ ഒരു ബേസിക് വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ആ ഒരു ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ചില വീഡിയോകളിലൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ലൈറ്റ് ഇതേപോലെ വന്ന് പോയി ലൈറ്റ് അങ്ങനെ ഒരു ജർക്കിങ് പോലെ ലൈറ്റ് ഇങ്ങനെ വരും പോകും. അങ്ങനെ ഓരോരോ സ്ഥലത്തേക്ക് പോകുമ്പോഴും ലൈറ്റ് വേറെ മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടായാൽ എന്താ സംഭവം എന്ന് വെച്ചാൽ വ്യൂവേഴ്സിന് അത് കാണുന്നവർക്ക് അത്ര നല്ലൊരു ഫീൽ അതിൽ നിന്നും കിട്ടില്ല. ലൈറ്റ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് കാണുന്നവർക്ക് ചെറിയൊരു മടുപ്പ് അനുഭവപ്പെടും. അപ്പോൾ അത് എങ്ങനെ ഇല്ലാതെ വളരെ കൃത്യമായിട്ട് നമ്മൾ മൊബൈലിൽ തന്നെ ഷൂട്ട് ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. അപ്പോൾ അതങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ അത് എക്സ്പോസർ ഫോണിൽ ലോക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നിങ്ങൾ ഏത് ഒബ്ജക്റ്റിനാണോ മെയിനായിട്ടും ഫോക്കസ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ആ ഒബ്ജക്റ്റിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് പിടിക്കുക. അതിന് നിങ്ങളുടെ മൊബൈലിൽ ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസോ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്കിനകത്തായി ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങളുടെ ഫോണിൽ അങ്ങനെയുള്ള ഓപ്ഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ ആ ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് അതൊന്ന് നിങ്ങളുടെ മെയിൻ ഒബ്ജക്റ്റിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് പിടിച്ചതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് കുറച്ച് സമയം പിടിക്കുക. അപ്പോൾ അത് ഫോക്കസ് ആവും. അതിനുശേഷം സൈഡിൽ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ വരും. അതിൽ നിന്ന് നമ്മുടെ ഒബ്ജക്റ്റിന് എത്ര ബ്രൈറ്റ്നസ് ആണ് വേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ലോക്ക് ആക്കിയിട്ട് അവിടെ വെക്കുക. പിന്നെ നമ്മൾ എങ്ങോട്ട് മൂവ് ചെയ്താലും ആ ഒരു ഒബ്ജക്റ്റിനേക്ക് ലൈറ്റ് ഇങ്ങനെ വന്ന് പോയിക്കൊണ്ടിരിക്കില്ല. അത് അതേ ഒരു ലൈറ്റിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ അതെന്തായാലും നിങ്ങൾ വീഡിയോ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ കാര്യമാണ്. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ സ്റ്റെബിലൈസേഷൻ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം, അല്ലെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ ചെയ്യാം. വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ സ്റ്റെബിലൈസേഷൻ ആക്കുക എന്നതിനെക്കുറിച്ചുള്ള വേറെ തന്നെ ഒരു വീഡിയോ വരുന്നുണ്ട്. എങ്ങനെയായാലും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ രീതിയിലെങ്കിലും സ്റ്റെബിലൈസ് ആക്കണം, എന്നാൽ മാത്രമേ നമുക്ക് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി നല്ലൊരു ഇത് കിട്ടത്തുള്ളൂ. അപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റെബിലൈസ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു ജിംബൽ വാങ്ങിക്കാവുന്നതാണ്. ഒരുപാട് ജിംബിൾസ് ഇപ്പോൾ ബെസ്റ്റ് പ്രൈസിൽ തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. വലിയ എമൗണ്ട് ഒന്നും ഇപ്പോൾ ഇല്ല, മൊബൈൽ ജിംബിൾസ് ലഭിക്കുന്നുണ്ട്. ഇനി ജിംബിൾസ് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു സെൽഫി സ്റ്റിക്ക് ആയാലും മതി. വ്ളോഗേഴ്സിനൊക്കെ ആണെങ്കിൽ ഒരു സെൽഫി സ്റ്റിക്ക് തന്നെ മതി. പിന്നെ ഷോർട്ട് ഫിലിം മേക്കേഴ്സൊക്കെ ആണെങ്കിൽ ട്രൈപോഡോ ജിംബലോ സെൽഫി സ്റ്റിക്കായാലും മതി. കുറച്ചും കൂടി പ്രൊഫഷണൽ ആക്കാൻ വേണ്ടിയിട്ട് ജിംബൽ വാങ്ങുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ബേസിക് ആയിട്ടുള്ള വീഡിയോ ഷൂട്ടിങ്ങിൻ്റെ കാര്യം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത്
വീഡിയോ എഡിറ്റ് ചെയ്തിട്ട് അങ്ങനെ സ്റ്റെബിലൈസ്ഡ് ആക്കാമെന്നുള്ളതും അതുപോലെ തന്നെ വീഡിയോക്ക് ഒരു സിനിമാറ്റിക് ഫീൽ വരാൻ വേണ്ടിയിട്ട് കളർ ഗ്രേഡ് എങ്ങനെ ചെയ്യാമെന്നുള്ളതും അവസാനമായിട്ട് നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്ത് കൂട്ടി ഒരു ഫൈനൽ റിസൾട്ടിലേക്ക് നമുക്ക് എങ്ങനെ കൊണ്ടുവരാമെന്നതാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എപ്പിസോഡ്സ് ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്ത് വെക്കുക. അപ്പോൾ ഈ ഒരു വീഡിയോ ചെറിയ വീഡിയോ ആണ്. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ വേണ്ടപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിലും നല്ല ഒരുപാട് വീഡിയോകളുമായി കണ്ടുമുട്ടാം. ബൈ.